ചേട്ടാ, രുദ്രകാളീശ്വരി റെഡ്ഡി ക്വാറിയിലേക്ക് വരുന്നെന്ന്. എന്നിട്ട് അയാൾ നിന്നെ കണ്ടെങ്കിൽ പണ്ടാരോടൊക്കെ നീ ഇങ്ങോട്ട് ഓടിക്കറിയത്. പിന്നെ ഞാൻ അങ്ങോട്ട് പോകും, എങ്ങോട്ടെങ്കിലും പോടാ. അവനിവിടെ എത്തുന്നതിന് മുമ്പ് അവന്റെ അച്ഛനെയും അമ്മയെയും കൊന്നെന്നുള്ള വാർത്ത അവൻ അറിഞ്ഞിരിക്കണം. ഏതായി താടിക്കാരൻ? നീ ആരടാ? പഴയ ചെറുതാപ്പാടുന്ന ചിഹ്നോ കലപ്പയേന്തിയ കർഷകൻ? ഗ്രഹണി ആസ്മയൊക്കെയുള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. ചെയ്ത പാപത്തിന് ഒരിക്കലും സ്വർഗത്തിലേക്ക് പോവില്ല. നരകത്തിലെ കാലിനോട് പറയാൻ എന്റെ ആൾക്കാർ പുറകെ വരുന്നുണ്ടെന്ന്. അതവളുടെ വെറും നമ്പറാ. കാശ് വാങ്ങിച്ചിട്ടുള്ള പണി. എന്നെ തല്ലിയല്ലേ? എടോ, താനെന്തേ കാണിക്കുന്നത്? കാണിച്ചില്ല, കാണിക്കാൻ പോകുന്നേ ഉള്ളൂ. എല്ലാരും കണ്ടോ? ഇമ്മാനുവല്ലേ? രണ്ടു ഓലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ. എന്താ മച്ചമ്പി ഇത്? എന്നോടാണ് ചോദിക്കുന്നത്. എന്താ ഇത്? താടിക്ക് നീ പിടിക്കുമ്പോ അതൊന്ന് വീടി കത്തിക്കല്ലേ രമേശ? തന്റെ മോന്തക്ക് തീ പിടിച്ച ഒറ്റ ആന്തല കട മുഴുവൻ കത്തിപ്പോവും. ചേട്ടാ, ഇവിടെ രുദ്രകാളീശ്വര റെഡ്ഡി രുദ്രതാണ്ഡവം കളിക്കാം. ഉടനെ അതും ഒന്ന് ബോധിപ്പിക്കാൻ വന്നേക്കണം. നല്ല ഉത്തരവാദിത്വം. അപ്പൊ ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. ആ വൃത്തികെട്ട നല്ലവൻ വെട്ടുകത്തിയായിട്ട് വരുന്നുണ്ട്. നീ എന്റെ പാവാടയ്ക്ക് വാലിബന്റെ മസാല അരക്കല്ലേ? ഈ എരുമയുടെ പാവാട ഞങ്ങള് ചുരിദാറാക്കും. എന്താണ് 10 തലയോടെ വന്ന അയോധ്യ നീ ആക്രമിക്കോ? മതവിളകിയ കൊമ്പനാനെ ഒറ്റയടിക്ക് മലർത്തിയടിച്ച ആളാ. ചുമ്മാ ഒരു വെയിറ്റ് ഇരിക്കട്ടെ. നന്നാവില്ല. ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല. അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്താക്കാനാ? ഫീലിങ്സ് വന്നു. ചുമ്മാ തമാശ പറയല്ലേ? CM ആയിട്ട് മീറ്റിംഗ് ഉള്ള. അയ്യോ, വൈറ്റ് ഹൗസ് കത്തുമ്പോൾ ബുഷിന്റെ ഒരു വീട് കത്തിക്കില്ലേ? വൈറ്റ് ഹൗസ് കത്തിയോ? എപ്പോ? ഇന്ന് വെളുപ്പിന് 6:30. അയ്യോ, കത്തിയോ? അതെ, ഒന്നും വെക്കുന്നതിന് മുന്നേ ആലോചിക്കണം. കൺട്രോൾ പൊട്ടി നിൽക്കാ. എങ്ങനെയും വളച്ചു വിട്ടില്ലെങ്കിൽ വല്ല കൊക്കയിൽ പോയി ചാടൂട്ടോ. മോളെ ഷർട്ട് ചുളുങ്ങുന്നേ. അത് ഞാൻ നോക്കിക്കോളാം സ്വാമി. എടാ കേശവ, എന്താ മച്ചാ? നിന്റെ ഏടത്തേക്ക് എന്റെ ഷർട്ട് ഇഷ്ടമായിട്ടില്ല. ഞാനത് മാറ്റിയിട്ട് പോരാവേ. ആ പോയ ബൈക്കിന് തിരിച്ചു വരുവോ? ഞാൻ പറഞ്ഞില്ലേ ഉടുപ്പ് ചുളുങ്ങില്ലെന്ന്. അതെ മോളെ. കഴിഞ്ഞ വലിയൊരു കാറ്റും മഴയും കഴിഞ്ഞു. നിനക്ക് നല്ല മിടുക്കല്ലേടി. സ്വാമി, പിന്നെ ഫീലിങ്സ് വരുന്ന സ്വാമി. ആണോ? ഇയാളെ കൊണ്ടത് കഷ്ടമുള്ളൂ. ഫീലിങ്സ് വന്ന സ്വാമി. ഏത് സമയത്തും പിന്നെ ഫീലിങ്സ് വരുന്ന സ്വാമി. ആണോ? മോൾക്ക് വീണ്ടും വരുന്നുണ്ടോ? அப்படி அது வந்து எனக்கு வேற வேலை இருக்கு. ഇത് OTT 100 കോടി ക്ലബ്. വടക്കുമലയിൽ നാളെ ഇറക്കിയിട്ടുണ്ട്. എന്തോ അപകടമുണ്ട്. 5 പേർ இருக்காம்பா. அவன் எங்க போயிட போறான்? 5 பேர் தானா? என்கிட்ட 10 பேரை கூட்டு போறேன்னு சொன்ன. അയ്യോ സുന്ദര, നീ വല്ലാതെ പേടിച്ചിരിക്കുന്നു. ഞാനില്ലേ, ധൈര്യമായിട്ടിരിക്കുക. பாய், IAS-க்கெல்லாம் 5 பேரே அதிகம். കമ്പനിയിൽ அதுக்கு மேலலாம் அனுப்ப மாட்டாங்க. ചോര കണ്ട് പേടി മാറിയവനാണ് നാരായണൻ. അതാരും മറക്കണ്ട. സാലാ ബേവകൂഫ്, അവൻ ഇപ്പതാണ്ടാ IAS. இதுக்கு முன்னாடி IPS ടാ. അങ്ങനെ വാർത്താഹകളിലൊന്നും കണ്ടില്ലല്ലോ. കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വൈകുന്നേരത്തെ വാർത്തയിൽ വരും. കൊതിപ്പിച്ചല്ലോ ചക്ക വീണെന്നാ വിചാരിച്ചേ. யாருடா நீங்க?
ട്രെയിനെ നിർത്തി തൂക്കത്തേക്ക് എടുത്തിട്ടീங்க ഇവന്റെ മുഖത്തോട്ട് നോക്ക്. ഉറങ്ങാതെ മുഖം വവ്വാലി ചപ്പി അടക്കി പോലെ. பிரச்சனை தான் என்ன எங்க அண்ணன் உன்னை உசுரோட தூக்கிட்டு வர சொன்னாரு. தூக்கிட்டு போங்க ஏய் தூக்குடா. പിടിക്കവനെ എന്നെ ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. അണ്ണനെ ആരണ്ണൻ അണ്ണാ കിട്ടിയാൻ കുത്തും. இன்னும் 1.5 மணி நேரத்துல அக்கால் தக்த எக்ஸ்பிரஸ் இந்த ட்ராக் வழியா தான் வரப்போகுது. ഈശ്വര നിരപരാധികളായ എത്ര ഡെഡ് ബോഡികളാണ് മരിച്ചു വീഴാൻ പോകുന്നത്. അതുകൂടെ നീ വന്ന് സേരെ. ഐദോസ വേണ്ട, ബുദ്ധിമോശം കാണിക്കല്ലേ. എന്നെ തടയരുത്. ഐദോസ ഒരു പാവ തഹസിൽദാരെ കൊല്ലരുത്. ട്രെയിൻ വന്നിട്ട് இருக்க முடிவு பண்ணுங்க. முதல்ல சோட்டு ஊட்டுருக்கு சார். ഞാനത് എപ്പോഴേ വിട്ട്. இது என்னோட ட்ரெயின் டிக்கெட். இதை நீ வச்சுக்கோ. ഉണ്ട് തേച്ചോടാ, അതെന്റെ ഒരു സന്തോഷത്തിനല്ലേ. ഞാൻ പോകുന്നു. അപ്പൊ ഞാൻ അങ്ങനെ തിരിച്ചു വരും. സുന്ദര, ഇനിയിപ്പോ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല. നോക്കിയിരിക്കാതെ കുളിക്കട കയറ് വേഗം. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ ക്ലീറ്റസ് ചാകണം. അല്ലാ, ബോംബ് വെക്കാനുള്ള ശ്രമമാണല്ലോ. എന്താ അവരുടെ ഉദ്ദേശം? ഓവർ. ഈശ്വര നിരപരാധികളായ എത്ര ഡെഡ് ബോഡികളാണ് മരിച്ചു വീഴാൻ പോകുന്നത്. നടക്കുന്നതിനിടയിൽ പൊട്ടിത്തെറിയുണ്ടായാൽ ഒരു വലിയ ശബ്ദം കേട്ടു. പടച്ചോനെ, ആഹാരം പറഞ്ഞോനാ ഗുണശേഖരന് കിട്ടുന്നുണ്ടല്ലോ. ഒറിജിനല്ല, ഞാൻ ചെയ്ത. நீ என்னை நெருங்கி வந்து கட்டி அணைக்கும் பொழுது உன் கண்களில் இருந்த காமம் உன் விரல்களில் இல்லை. அதில் ஏதோ ஒரு பதற்றத்தை உணர்ந்தேன். നീ എന്താടാ ഒന്നും ഉരിയാടാത്തത്? ഉരിയാടടാ സൂര്യ. എടോ, താൻ ഓവറാക്കി ചളവാക്കുമല്ലേ? சொல்லு, என்னாச்சு? முடியல. ഇത് ഏത് ഭാഷ? പൊട്ടനാണല്ലേ, മനസ്സിലായി. വലിയുള്ള സ്വന്തം അളിയനെ വലിപ്പിക്കരുത് കേട്ടോടാ തെണ്ടി. എവിടെയാ മന്ദബുദ്ധി? ഇനി ട്രെയിനിങ് തുടരാം. டிராமா பண்ணாதடா துரை. நான் யாரும் தெரியல உனக்கு. ആരാ ഞാൻ? നിന്റെ അമ്മോട് ചോദിക്ക്. അയ്യ, ആരാ താൻ? இங்க பாரு. யாருக்கா? എനിക്ക് പറ, ഞാൻ ആരാന്ന് പറയടാ. Who am I? Who am I? ഓ, മനസ്സിലായി. Santa Claus. ഇതൊരു നടക്ക് പോണ മാതിരില്ല. My son. മലയാളത്തിലെ എഴുത്തച്ഛാ.
விட்டா பாட்டு பாட போறானுங்கடா. ஏடா வேடிக்கை பார்த்துக்கிட்டு. ഗുണ്ടകളുടെ വില കളയാൻ ഇറങ്ങിയിരിക്കുന്ന പന്നികള്. Let's make a deal, Rathod. ഷെയറോ ഞാൻ തരാം